വെൽക്കം ടു ഡീപ് നോവ എക്സ് ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ കിരൺ ദാസ് ആണ്. മിസ്റ്റർ കിരൺ ദാസ് ഒരു എക്സ് സർവീസ് മാനാണ്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് ന്യൂറോ സയൻസ് കോച്ചാണ്. ഒരു ലാസ്റ്റ് 5 years ആയിട്ട് ഇദ്ദേഹം ഈ ഒരു ഫീൽഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, പല സമയത്തും എനിക്കൊരു ക്യൂരിയസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ ജനറലി അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് ഒരു ടൈം വെച്ചിട്ട് പല റെസൊല്യൂഷൻസും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ട് ആക്ച്വലി പല ഹാബിറ്റുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതെന്തുകൊണ്ടാണ് പലർക്കും ആക്ച്വലി അത് കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത വളരെ ഷോർട്ട് ടൈമിൽ അത് ഫെയിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യുക എന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അത് ഫെമിലിയർ അല്ല. ഇതാണ് ഒന്നാമത്തെ റീസൺ. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രെയിനിന് ഇഷ്ടമല്ല. മീൻസ് നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രെയിനിന് പ്രോസസ്സിങ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ വയറിങ് ആൻഡ് ഫയറിങ് ചെയ്ത് ഒരു പുതിയ ന്യൂറോ പാത്വേ ക്രിയേറ്റ് ആവണം. അപ്പോൾ ഇത് ക്രിയേറ്റ് ആവേണ്ടെങ്കിൽ നമുക്കൊരു റിവാർഡ് കിട്ടണം, അല്ലെങ്കിൽ ഒരു പ്ലഷർ കിട്ടണം. ഈ പ്ലഷർ കിട്ടാത്ത എടുത്തോളം കാലം നമ്മൾ ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകില്ല. ഇപ്പോൾ നല്ലൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. ഇപ്പോൾ പലരും ആൽക്കഹോൾ അല്ലെങ്കിൽ കൺസംഷൻ നിർത്താം, അല്ലെങ്കിൽ സിഗരറ്റ് നിർത്താം എന്നുള്ള, അല്ലെങ്കിൽ പല ബാഡ് ഹാബിറ്റ്സ് നിർത്തണം എന്നൊക്കെ ഇത് ന്യൂ ഇയറിനാണ് റെസൊല്യൂഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് എടുക്കാം. ബെസ്റ്റ് ആദ്യഘട്ടത്തിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, സബ് കോൺഷ്യസ് ലെവലിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ദ സെയിം വേയിൽ ഇവിടെ ഒരു ഇനീഷ്യലി നമുക്കൊരു കോൺഷ്യസ് എഫേർട്ട് ഇട്ടിട്ട് അത് ഹാബിറ്റ് ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു റൂട്ടീൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ്, ഇപ്പം ജെയിംസ് ക്ലിയറിൻ്റെ ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പം ജനറലി നമ്മുടെ ഹാബിറ്റ്സ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കണം, അല്ലേ? അത് കുറച്ചും കൂടെ ആക്ച്വലി നമുക്കൊരു എങ്ങനെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്നത്? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ജിമ്മിൽ പോകുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ അതൊരു കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യാനും, ടൈം പ്ലേസ് ചെയ്യാനും, അല്ലെങ്കിൽ അതിനെ ഫെയിൽ ആവാതെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയും ഒക്കെ ഉള്ളൊരു എങ്ങനെയാണ് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാം നമുക്ക്? ഈ അറ്റോമിക് ഹാബിറ്റിൽ തന്നെ ജെയിംസ് ക്ലിയർ പറഞ്ഞിട്ട് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാക്ക് ചെയ്യുക, ഡെയിലി റൂട്ടീൻ്റെ ഇടയിൽ നമ്മുടെ ഈ പുതിയ ഹാബിറ്റ് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ പ്ലേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു റൂട്ടീനിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഡെയിലി റൂട്ടീൻ വരുമ്പോൾ നമ്മളിപ്പോൾ 7 o'clock എനിക്ക് ജിമ്മിൽ പോകണം, അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് എന്താണ് അത്. അപ്പോൾ ഈ കണക്ഷനിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ കൂടെ ആ ഫ്ലോയിൽ അങ്ങ് പോകും. ആ ഒരു മെത്തേഡ് നല്ല മെത്തേഡാണ്. ഓക്കെ. പിന്നെ പുള്ളി പറയുന്ന, നിങ്ങൾ ഈ ബുക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് വരുന്നത്, നമ്മുടെ കണ്ണിൻ്റെ, അതായത് നമ്മളെ കണ്ണാണല്ലോ ഏറ്റവും ആദ്യമായിട്ട് സെൻസ് ചെയ്യുന്നത്, അതിനെ മുന്നിൽ കാണുന്ന രീതിയിൽ നമ്മൾ അതിനെ റെഡിയാക്കി വെക്കുക. ഉദാഹരണത്തിന് നമുക്ക് ജിമ്മിൽ പോകണം. ഓക്കെ. അപ്പോൾ നമ്മളെ ഷൂ, നമ്മുടെ നാളെ ജിമ്മിൽ പോകേണ്ട ഇതൊക്കെ നമ്മുടെ കണ്ണിന് ആക്സസ് ആകുന്ന രീതിയിൽ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതാണല്ലോ നമ്മൾ കാണുന്നത്. ഷൂ ആവാം, നിങ്ങളെ ഡ്രസ്സാവാം. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ഈസിയായി, പെട്ടെന്ന് ട്രിഗറായി, അതിൽ നമ്മൾ ഫോക്കസ്ഡായി നമ്മൾ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും. മെയിനായിട്ട് വരുന്നത് നമ്മൾ ഷെഡ്യൂളിങ്ങും ഹാബിറ്റ് സ്റ്റാക്കിങ്ങും ബ്രെയിനിനെ പറ്റിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ബ്രെയിനിനെ കൺഫ്യൂസ്ഡ് ആക്കാൻ സാധിക്കും. ഇപ്പം പല ആൾക്കാരും ആക്ച്വലി ഒരു ഹാബിറ്റ് തുടങ്ങി, അത് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്ത്, പക്ഷെ അതിനൊരു ബ്രേക്ക് വന്നു. ഫോർ എക്സാമ്പിൾ ഒരു 2-3 days അവരുടെ ഇൻറ്റൻഷനലി അവർ പ്ലാൻ ചെയ്ത ബ്രേക്ക് ആയിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് അവർക്കൊരു ബ്രേക്ക് വന്നു. പിന്നെ അവർ ആക്ച്വലി അവരുടെ മോട്ടിവേഷൻ ആക്ച്വലി ഭയങ്കര താഴേക്ക് പോവാണ്, ഇൻക്ലൂഡിങ് എൻ്റെ പോലും. ആക്ച്വലി എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, അതായത് നമ്മളൊരു 3 ദിവസം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മേ ബി നമുക്കൊരു അടുത്തൊരു ഡേറ്റ് പിക്ക് ചെയ്യാം, അതായത് റൈഡ് ഓൺ ദ ഹോഴ്സ് ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ആ റൂട്ടീനിലേക്ക് നമ്മൾ വരാൻ വേണ്ടി എപ്പോഴും സമയം ഒത്തിരി എടുക്കും. അപ്പോൾ അതെന്താണ് ആക്ച്വലി അതിനെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം? അതായത് ഒരു 3 days നമ്മൾ പോയി, വീണ്ടും നമ്മൾ മേ ബി ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ റൂട്ടീനിലേക്ക് വരുന്നത്. ആ ഒരു ടൈം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? മേ ബി പെട്ടെന്ന് തന്നെ നമുക്ക് ആക്ച്വലി മിസ്സായി പോയെങ്കിലും നമുക്ക് തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ശരിക്കും അതും ഇതിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അതായത് നമ്മുടെ പഴയ ഫ്ലോയിലേക്ക് പോയി, മീൻസ് നമ്മളെ കംഫേർട്ട് സോൺ ആയിരുന്നു, അതാണ് ഇഷ്ടം.
അപ്പോൾ ഈ പഴയ സോണിലേക്ക് തന്നെ വീണ്ടും ബ്രെയിന് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും, പ്ലസ് ജസ്റ്റിഫൈയും കൂടി ചെയ്യും. മേ ബി നിങ്ങളിപ്പോൾ ജിമ്മിലാണെങ്കിൽ എനിക്ക് മസിൽ പെയിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്, ഇതൊരു റീസൺ ആക്കി എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, പുറകോട്ടേക്ക് വരും. അപ്പോൾ എന്താ, അവിടെ ഒരു റീസൺ ആക്കിയിട്ട് അവർ ഇനി പെയിനൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോവാം എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ബ്രെയിൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഴയ ബാക്ക് ടു ആ ഒരു കംഫേർട്ട് സോണിൽ തന്നെ പോയിട്ട് നിൽക്കും. ശരിക്കും റെസിസ്റ്റൻസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സൊല്യൂഷനായിട്ട് നേരത്തെ പറഞ്ഞത് തന്നെ നമുക്ക് ഷെഡ്യൂളിങ് മാത്രമേ നടക്കൂ. ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും മെസ്സേജ് കൊടുക്കും, ഇന്ന് ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല, നാളെ ഞാൻ റെഡി ചെയ്യും. അതൊരു മൈൻഡ് സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ടഫ് ജോബാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഹാബിറ്റും അതേപോലെ അഡിക്ഷൻ സൈഡിലേക്ക് വരുമ്പോൾ പല ആൾക്കാർ ആൽക്കഹോൾ അല്ലെങ്കിൽ നിക്കോട്ടിൻ ഒക്കെ ആൾക്കാർ അഡിക്റ്റഡ് ആണ് ബേസിക്കലി. പക്ഷെ അവർ ആ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ജനറലി ആൾക്കാർ പല മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ഈ പറയുന്നത് പോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക, അങ്ങനെ പല മെത്തേഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷേ പല മെത്തേഡിലും ഞാൻ പലരും ആക്ച്വലി കണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അഡിക്ഷനിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പലർക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ഇവരൊക്കെ വളരെ ഷോർട്ട് ടൈമും ലോങ് ടൈമും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു ഹാബിറ്റ് അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് 21 days കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുമെന്നാണ് ജനറലി പറയാറ്. പക്ഷേ ഇവർ ഒരു 1 year കഴിഞ്ഞിട്ട് അവർ ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് എങ്ങനെ വരുന്നു, അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു ഇതൊരു ഫിസിക്കൽ അഡിക്ഷൻ മാത്രമല്ലല്ലോ, ഒരു മെൻ്റൽ അഡിക്ഷനും കൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർ ആ ബാക്ക് ടു ആ ഒരു ഇതിലേക്ക് വരുന്നു, ഈവൻ ദോ അവർ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും? യെസ്, ഇവിടെ രണ്ട് കാര്യം നടക്കുന്നു. ഒന്ന് ഫിസിക്കലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ തന്നെ മെൻ്റലിയും വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണല്ലോ. ഒന്ന് സബ്സ്റ്റൻസ് എഡിക്ഷൻ വരുന്നുണ്ട്, ഒന്ന് നോൺ സബ്സ്റ്റൻസ് എഡിക്ഷൻ എന്ന് പറയാം. സബ്സ്റ്റൻസ് എഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റൻസ് കൺസ്യൂം ചെയ്യുമ്പം അത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാകുന്നു, ഒരു പ്ലഷർ ഉണ്ടാകുന്നു, റൈറ്റ്? അത് ഗ്രാജുവലി ബ്രെയിനിന് ഫെമിലിയർ ആവുന്നു, അതുപോലെ തന്നെ ഒരു സുഖം കിട്ടുന്നു, ടെമ്പററി ഒരു പ്ലഷറാണ് വരുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതൊരു ഹാബിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മേ ബി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു സിഗരറ്റ് വലിച്ചാൽ പ്ലഷർ കിട്ടണമെന്നില്ല. അപ്പോൾ 2 സിഗരറ്റിലേക്ക് വരും. അപ്പോൾ ഈ ഡോപ്പമിൻ സ്പൈക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പൈക്ക് ചെയ്തിട്ട് പിന്നെ ഡൗണിലേക്ക് വരും. ഈ ഡൗണിലേക്ക് വരുന്നത് ബേസ് ലൈൻ എന്ന് പറയുന്നത് ബേസ് ലൈനിനേക്കാളും താഴത്തേക്ക് പോകും. ഈ താഴത്തേക്ക് പോയാൽ നമുക്കൊരു പർട്ടിക്കുലർ ഒരു ഉണ്ട്, ആ ഒരു ബേസ് ലൈൻ, ഒരു സ്പൈക്ക് ഉണ്ട്. ആ സ്പൈക്കിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 സിഗരറ്റ് വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ 3 സിഗരറ്റ് വലിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ഗ്രാജുവലി കൂടി ഒരു ദിവസം സിഗരറ്റിൻ്റെ എണ്ണങ്ങൾ കൂടി വരാം. അതുപോലെ തന്നെ ഈ പറയുന്ന ആൽക്കഹോൾ കൺസംഷൻ ആയാലും ഇവരെപ്പോഴും ആ ഒരു നോർമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിന്റെ ബിലോ ആയിരിക്കും, അതായത് ആ സ്പൈക്കിന്റെ ബിലോയിലായിരിക്കും എപ്പോഴും. ഈ സ്പൈക്ക് കിട്ടിക്കഴിഞ്ഞ് അതിനെ ഒരു നോർമൽ അവസ്ഥയിൽ അവരെ സംബന്ധിച്ച് എത്തണമെങ്കിൽ അവർക്ക് എപ്പോഴും ഇത് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കേണ്ടിയിരിക്കണം. ഓക്കെ, ഇത് നമ്മുടെ ഇതിപ്പോൾ ഒരു ബ്രെയിൻ അത് ഫെമിലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നമ്മുടെ സബ്സ്റ്റൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു തോട്ട് വരുമ്പോഴും നമ്മൾ അത് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. ഉദാഹരണം നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലിക്കർ ഷോപ്പിൻ്റെ മുന്നിലോട്ട് നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ കടന്നു പോകുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ട്രിഗർ ചെയ്യും ആ ലിക്കർ ഷോപ്പിനെ എന്താ പറയേണ്ട കണ്ടപാട് ഒരു ബോട്ടിൽ വാങ്ങിയാലോ എന്നൊരു തോട്ട് വരും. മേ ബി സിഗരറ്റ് ആയാലും അതൊരു തോട്ട്, അതായത് നമ്മളെ കണ്ണ് ഡിറ്റക്റ്റ് ചെയ്തു, അതിനുശേഷം ഒരു തോട്ട് വരുന്നു, യെസ് പർച്ചേസ് ചെയ്യണം. അത് കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ പ്ലഷർ കിട്ടുന്നു. കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പ്ലഷർ നിങ്ങൾ ഫീൽ ചെയ്യുന്നു. പിന്നെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ പ്ലഷറിന്റെ സ്പൈക്ക് ലെവൽ എത്താൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. കറക്റ്റ്, എക്സാക്ട്ലി. ഓക്കെ, സോ ഇതിനൊക്കെ എഫക്റ്റീവ്ലി ഒരാൾക്കാർക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള അഡിക്ഷൻ ബീറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്? അതായത് ഇവർ സൈക്കോളജിക്കലി, അവർ മെൻ്റലി, എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റേണ്ടതില്ല. അതായത്
നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്, അതായത് ഇതിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ആൾക്കാർ ഇങ്ങനെ ഒരു അഡിക്ഷൻ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ അഡിക്ഷനുള്ള ആൾക്കാർക്ക് ഈ ഒരു സോഷ്യലി എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ ഇത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്യത്തിൽ ഇത് കാണിക്കുന്നുണ്ട്, ഈ പാക്കറ്റിൽ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, എല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ട്. ഇവരെ എങ്ങനെയാണ് ആക്ച്വലി ഇത് റിലേറ്റ് ചെയ്യുന്നത്? ഇവരതൊരു സ്കെയർ സിറ്റിയാണ്, ഒരു പേടിയാണ് ഉണ്ടാക്കുന്നത്, അതോ അവർക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ആൾക്കാർക്ക് അത് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി? ഇല്ല, ഇവിടെ ഈ മെത്തേഡ് നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള മെത്തേഡ് ഒന്ന് നമ്മളെ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങളൊരു സ്മോക്കിംഗ് ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ടെൻഡൻസിയിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളത് കുറഞ്ഞു വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠനം നടത്തുമ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ എന്തൊക്കെ എഫക്റ്റ് വരുന്നത്, ഇത് പിന്നീട് എന്ത് വരും, ഇൻസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ വിതിൻ 5 ഇയർ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ഫിയർ ഫാക്ടർ ജനറേറ്റ് ചെയ്താൽ ബ്രെയിൻ ഒരു പരിധി വരെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. പിന്നെ വരുന്നത് ഈ പെട്ടെന്ന് നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല. മീൻസ് കാലങ്ങളോളം എടുത്ത് നമ്മുടെ വയറിങ് ആൻഡ് ഫയറിങ് നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണല്ലോ. അപ്പോൾ ഇതിനെ കോൺഷ്യസ് എഫേർട്ട് ഇട്ടുകൊണ്ട്, ഉദാഹരണത്തിന് നിങ്ങളൊരു 10 സിഗരറ്റ് ഡെയിലി വലിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ നാളെ മുതൽ ഒരു 9 സിഗരറ്റ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നു, ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അത് ഒരു എഫേർട്ടുള്ള കാര്യമാണ്. അത് 9 നിൽക്കും. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ 8, പിന്നെ 7, അങ്ങനെ കുറച്ച് കൊണ്ടുവരാനേ പറ്റും. അല്ലാതെ ബ്രെയിനിനെ പെട്ടെന്നൊന്ന് സ്വിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിന് തക്കതായ പ്ലഷർ കിട്ടുന്ന നിങ്ങൾ വേറെയിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ പലരും ആക്ച്വലി ഇപ്പം നമ്മുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഞാൻ ആക്ച്വലി ചോദിച്ചു, അവരൊക്കെ വളരെ ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണ്. ഈ ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരുന്ന മെത്തേഡ് പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വീണ്ടും ബാക്ക് ഓൺ അവരുടെ ആ നമ്പറിലേക്ക് വരാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ ഇൻസ്റ്റൻ്റ്ലി സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ എന്തിനോടും ആക്ച്വലി ഈ ഒരു ആ ഒരു മിസറബിൾ എന്ന് പറയുന്നത് നമ്മളല്ലാതെ ആ ഒരു ഇപ്പോൾ ഒരു 10 നിന്ന് കുറയ്ക്കുമ്പോൾ അവിടെ എടുക്കുന്ന ഒരു മെൻ്റൽ പ്രഷർ അത് ഭയങ്കര കൂടുതലായിരിക്കില്ലേ. ലോങ് ടൈം പ്രോസസ്സാണ്. ലോങ് ടൈം. അതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇത് എങ്ങനെയാണ് ഇത് ബ്രെയിൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യൻ. ആ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ന്യൂറോ പാത്ത് വേ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് നമ്മളൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ബ്രോഡൺ ചെയ്യുന്നുണ്ട്. ഈ ബ്രോഡൺ ചെയ്തതിലൂടെ വയറിങ് ആൻഡ് ഫയറിങ് നടക്കുന്നുണ്ട്. ഈ വയറിങ് ആൻഡ് ഫയറിങ് നടന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു പുതിയ ന്യൂറോ പാത്ത് വേ ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഈ പുതിയ ന്യൂറോ പാത്ത് വേ ജനറേറ്റ് ചെയ്തിട്ട് അതും വയറിങ് ആൻഡ് ഫയറിങ് നടന്നിട്ട് ഒരു പാത്ത് വേ ബ്രോഡൺ ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. ഈ ടൈം പീരീഡ് എങ്ങനെയായാലും നമുക്ക് എടുക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ ആൾക്കാർ നിർത്തുന്നത്. അതിൽ ഭൂരിഭാഗം ആൾക്കാർ നിർത്തുന്നത് നിങ്ങൾക്ക് ഒരു മാസമേ ജീവിക്കാൻ പറ്റൂ, നിങ്ങളുടെ കണ്ടീഷൻ ഇതാണ്, നിങ്ങളുടെ ലിവർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലങ്സ് ഇങ്ങനെയാണെന്നുള്ള ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ ഒരു ഫിയർ ഫാക്ടർ ജനറേറ്റ് ചെയ്യുന്നു. അവിടെയാണ് അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ പാൻക്രിയാസ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലിവർ പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ 90% വർക്കൗട്ട് ആവും. മറ്റ് നമ്മൾ ഈ നോർമലിലേക്ക് വരുമ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റൻ്റ്ലി ഇത് ചെയ്യാൻ പറ്റത്തില്ല, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൂവീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മൂവീസ് ജനറലി ഇപ്പം കുട്ടികൾ കാണുന്ന മൂവീസ്, ഇപ്പം അതിനകത്തൊക്കെ ഉള്ള യൂസേജ് ഓഫ് ഈ സംഭവങ്ങൾ, ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ വളരെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പഠിച്ചാലും കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യം. അതല്ലാത്ത ആൾക്കാർ ആക്ച്വലി അവർ ഔട്ടായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് അതല്ലാതെ ഫീൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് സിനിമകളിലും എല്ലാം വളരെ നോർമലൈസ് ചെയ്യാണ്. പണ്ടത്തെ സിനിമകളിൽ അങ്ങനെയല്ലായിരുന്നു. പണ്ട് ബേസിക്കലി ഇതൊരു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഭയങ്കര ഒരു നല്ല രീതിയിലല്ല. ഇപ്പം മദ്യപിക്കുന്നതാണെങ്കിൽ പോലും നമ്മളൊരു നല്ല ഒരു അല്ലെങ്കിൽ ഒരു വില്ലനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് അത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റൊക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ഇതിനെ ഇത് കാണുന്ന കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നില്ല എന്ന് ഇവരൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. കാരണം ഇതൊരു സോഷ്യൽ ബ്രെയിൻ വാഷിംഗ് ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ബ്രെയിൻ വാഷിങ് ബേസിക്കലി എങ്ങനെ ഇപ്പോഴത്തെ ഒരു കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു വിഷയമാണിത്. ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ ഫോളോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ ഫോളോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം അവരത് സത്യമാണ്, അത് ശരിയാണ് എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം ജനറേറ്റ് ആകുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എന്താണോ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം ജനറേറ്റ് ആകുന്നത്. ഈ ബിലീഫ് സിസ്റ്റം ശരിയാണെന്ന് തോന്നിയാൽ പിന്നെ സ്വാഭാവികമായിട്ട് അത് അതിലേക്ക് പോകും, അത് ചെയ്യും. ഓക്കെ, മനസ്സിലായ സംഭവം. പക്ഷേ ഇത് ബേസിക്കലി ഇത് ആൾക്കാരിത് കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിൽ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം കുട്ടികളിൽ ബേസിക്കലി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവരെ ചെറുപ്പം മുതലേ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അവർ ജനറലി ആ ഒരു വോയിഡ്, അതായത് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ചോക്ലേറ്റ്സ് തന്നെ കൊടുക്കുന്നത് ജനറൽ, ഞാൻ ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു ബുക്കിന് വായിച്ചാണ്, ഈ ചോക്ലേറ്റ്സ് നമ്മൾ മേടിച്ച് കൊടുക്കുന്നത് ബേസിക്കലി അവർക്ക് ഒരു പ്ലഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വലുതായി കഴിയുമ്പോഴത്തേനും ഈ ചോക്ലേറ്റ്സിന് പകരം അവർ അതേപോലെ ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് കിട്ടുന്ന പോലെ ഇപ്പോൾ അവർക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് ചോക്ലേറ്റ്സ് പോലെ. അപ്പോൾ അതിന് പകരമല്ല അവർ ഈ സബ്സ്റ്റൻസ് ഒക്കെ ആക്ച്വലി അതും ഒരു കാരണമല്ലേ. അതായത് ഈ ഒരു സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ ചെറുപ്പം മുതലേ ചോക്ലേറ്റ് സിമ്പിൾ കാര്യമാണെങ്കിൽ പോലും പക്ഷെ അത് റിലേറ്റ് ആവുന്നുണ്ടോ ബ്രെയിനുമായിട്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു സോഷ്യൽ കണ്ടീഷനിങ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ, എന്താണ് അതിനകത്തൊരു ലോജിക്ക്? ഞാൻ കറക്റ്റാണോ എനിക്കറിയില്ല. പക്ഷേ ആ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എന്ന് പറയുന്നതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു അഡിക്ഷൻ്റെ ഒരു ഇതിലേക്ക് വരുന്നുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ റിവാർഡിനെ കുറിച്ചാണ് അതെ, അവിടെ നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഹാബിറ്റിലേക്കും അഡിക്ഷനിലേക്കും വരുന്നുണ്ട്. ഒന്നെങ്കിൽ അതൊരു ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള ഒരു കുട്ടികളാണെങ്കിൽ വേറെ രീതിയിൽ ഇതിനെ ബാക്കിയുള്ളതിനൊന്ന് നോർമലൈസ് ചെയ്ത് അത് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോകാനുള്ള ആ ഒരു ഗ്യാപ്പ്, ആ ഒരു വോയിഡ് എന്ന് പറഞ്ഞ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പലതും യൂസ് ചെയ്യാൻ സാധ്യതയില്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, റീപ്ലേസിങ് മെത്തേഡ്. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇതിനേക്കാൾ കൂടുതൽ പ്ലഷർ കിട്ടുന്നതിലേക്ക് പോകുമ്പോൾ ഇതങ്ങ് വിട്ടുപോയിട്ട് അടുത്തിലേക്ക് പോകും. ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഡൗട്ടാണ്. അല്ല, തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ ഒരു ബിയറിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് ലിക്കറിലേക്ക് വരുന്നു, ഒരു പെഗ്, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം 2 പെഗിലേക്ക് വരുന്നു, 3 പെഗ്, അത് ഒരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ജനറൽ എൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ഇതൊക്കെ സൊസൈറ്റിയിലുണ്ട്, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്ത് കളയാനോ ആക്ച്വലി ഒന്നും കളയാനോ ഒന്നും പറ്റുന്നില്ല. അത് ഗവൺമെൻറ് തന്നെ ആക്ച്വലി ഇല്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് ഒരിക്കലും നല്ല മെത്തേഡില്ല അത് കട്ട് ചെയ്ത് കളയുന്നതൊന്നും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതെങ്ങനെ ഇപ്പം വരുന്ന ഇപ്പോഴത്തെ കുട്ടികൾ ബേസിക്കലി ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ആക്ച്വലി കുറയ്ക്കാൻ വേണ്ടി നമുക്കൊരു എന്തൊക്കെയാണ് ആക്ച്വലി അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇപ്പം ഗവൺമെൻറ്റൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്, സ്കൂളുകളിൽ നിന്നൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ജനറലി ഇപ്പം ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് ഒരു നെഗറ്റീവും അല്ലെങ്കിൽ നല്ലതും മോശവും അവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലൂടെയാണ് ഞാനും സാബു സാറൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് നല്ല ചർച്ചയിലും വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേസിക് തിങ്സിൽ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്ലാസ് മുതൽ ഇങ്ങോട്ട് വരുമ്പം ഈ നോളജാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ വിടാത്തത് ഇവിടെ ഒരു വലിയൊരു ലോബി വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും അറിയാം ഓൾറെഡി. അപ്പോൾ ഈ ലോബി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഫിറ്റാണ്. ഈ സംഭവം പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇനി ചെയ്യേണ്ടതെന്താ, വരുന്ന തലമുറയെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഇടയ്ക്ക് സന്തോഷ് ജോർജ് ഒരു ഇത് കണ്ടിരുന്നു. പുള്ളി പറഞ്ഞു, മതം പൂട്ടിപ്പോയാൽ ഗൂഗിളിൽ പൂട്ടിക്കാനേക്കാളും ആൾക്കാരുടെ ജോലി പോകുന്നു. ബേസിക്കലി പലരുടെയും സർവൈവൽ, ഇതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അവരുടെ ഒരു സർവൈവലിൻ്റെ നീഡാണ് ഈ സാധനം ഇതേ രീതിയിൽ തന്നെ കൊണ്ടുപോവുക എന്നുള്ളൊരു രീതിയും. അത് പുതിയൊരു സിസ്റ്റം അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും അതെങ്ങനെയാണ്, അതെന്തുകൊണ്ടാണ് ഇത്രയും അവർ ഹെസിറ്റേറ്റ് ചെയ്യാൻ ആക്ച്വലി കാരണം? ഒരു പുതിയൊരു സംഭവം ആക്ച്വലി ഇവർക്ക് അറിയാം, ഇവർക്കൊക്കെ ആക്ച്വലി അറിയാമല്ലോ ഇത് നല്ലതല്ല, ഈ ഒരു സിസ്റ്റം മോശമാണെന്നുള്ള സംഭവം. അവർക്ക് എങ്ങനെ ഒരു ചേഞ്ച് ആക്ച്വലി അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് സോഷ്യൽ സൈഡിലേക്കാണ്. പക്ഷെ എന്നാലും
ഇല്ല, ഇത് നമ്മളൊരു വളർന്നു വന്ന ഒരു ഫുള്ളി ഡെവലപ്ഡ് ആൾക്കാരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഒന്നാമത് ഫേസ് ചെയ്യുന്നത് ഇവിടുത്തെ കാര്യം. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എഡിക്ഷൻ ഹാബിറ്റ്, ഇത് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഫെമിലിയാരിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഫെമിലിയാരിറ്റി പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റില്ല. അതാണ് നമുക്ക് റൂട്ടിലേക്ക് പോയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പം ആ ഒരു ചോദ്യത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ, എന്താണോ അച്ഛൻ ചെയ്യുന്നത്, അമ്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ചെയ്യുന്നത്, അത് കണ്ടിട്ട് കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ക്വസ്റ്റ്യനിങ് വരുന്നത്. പിന്നെ ഒരു കുറച്ച് സ്റ്റേജ് കഴിയുമ്പോഴാണ് പിന്നെ ക്വസ്റ്റ്യനിങ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓപ്പൺഡ് ആയിരിക്കും. നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാന്ന് വിതൗട്ട് എനി ഡൗട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഫോം ചെയ്തതാണ് നമ്മൾ എൻറ്റയർ ലൈഫിൽ പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഈ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന മൂവീസ് ആയാലും ഇതിലെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്. ആ വയസ്സിൽ തന്നെ കുട്ടി പറയുന്നത് ഇത് ശരിയാണ്. ഉദാഹരണത്തിന് അച്ഛൻ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അതൊരു 80 to 90% മകനും സിഗരറ്റ് വലിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലിക്കർ കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അച്ഛൻ ചെയ്യുന്നുണ്ട് ശരിയാണ്, അപ്പോൾ എനിക്കും ചെയ്യാന്നുള്ളൊരു തോട്ടിലേക്ക് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിനകത്തൊരു ഇതില്ലേ, അതായത് അച്ഛൻ ചെയ്യുന്ന ഒരു ബാഡ് സൈഡും കൂടെ ഇവർ കാണുമല്ലോ. അതായത് ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാരല്ല കുറവ്. അതായത് ഇതിന്റെ ഒരു ബാഡ് റോൾ മോഡലായിട്ട് എടുക്കുന്നത് നമ്മളെപ്പോഴും ഫാദറേയും മദറേയും വെക്കാൻ ആ ഒരു ഏജിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു റിയൽ, അത് ഇവർ ഇത് റിയലൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആക്ച്വലി ഇതുകൊണ്ട് അനുഭവിക്കേണ്ട ആൾക്കാർ. ജനറലി ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് ബേസിക്കലി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഒഴിച്ചുവിടാൻ പറ്റാതെ. അപ്പോൾ ആ ഒരു സ്റ്റേജ്, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ബാഡ് ഹാബിറ്റാണ്. പക്ഷെ അത് ഒരു അപ്പോഴത്തേക്ക് കടന്നു പോയിട്ടുണ്ടാവും. ഇതിന്റെ ഒന്നും ഒരു ബാഡ് സൈഡ് ആരും എവിടെയും കാണിക്കുന്നില്ല. അതായത് സിനിമയിൽ പോലും ആക്ച്വലി ഇത് കാണിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതായത് ഒരു പല സംഭവങ്ങളും, അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാകുമ്പോൾ അത് മദ്യം വേണം എന്നൊക്കെ പറഞ്ഞ് റിലേറ്റ് ചെയ്യാനുള്ള പല പല ഒക്കേഷൻസ് ആയിട്ട് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു റിലേഷൻ ബേസിക്കലി ഒരു സാധനമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ബേസിക്കലി ഇങ്ങനെ ഒരു സാധനത്തിനകത്തൊക്കെ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ലൈക്ക് ഒരു സമൂഹത്തിൽ അതൊരു ഹാബിറ്റായി മാറി. കുറവുള്ള പോലെ ഒരു. അതെ, അത് തീർച്ചയായിട്ടും. ഇപ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പോലെ മദ്യം ഇല്ലെങ്കിൽ അതൊരു കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറി. അത് കൾച്ചർ ചേഞ്ച് ചെയ്യും. നമ്മൾ സൊസൈറ്റി ചേഞ്ച് ആകാൻ തന്നെ അക്കോർഡിംഗ്ലി നമ്മളും അത് കണ്ടുപഠിച്ച് ആ ഒരു സൊസൈറ്റിയിൽ അതുപോലെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കുട്ടികളെ കുറിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ കുട്ടികൾ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഇപ്പം പണ്ടത്തെ അധ്യാപകരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി ഇപ്പോൾ കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ അധ്യാപകർ ലൈക്ക് ടീച്ചേഴ്സ്, കാരണം ഇവർ ബേസിക്കലി ഇവരുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് ബേസിക്കലി ഇവർക്ക് ലോകം മൊത്തം ഇപ്പോൾ ഓപ്പൺ ആണ് കയ്യിൽ. അപ്പോൾ അവർക്ക് എവിടുന്നും ആക്ച്വലി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ആക്സസ് ഉണ്ട്, എല്ലാം ഓപ്പൺ ആണ് ബേസിക്കലി. ഇവർ നേരെ സ്കൂളിലേക്ക് എല്ലാം. ഇപ്പോൾ ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഒരു വില്ലേജിൽ പോലും ആക്ച്വലി അവർക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വില്ലേജിൽ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പം ഇവരുടെ അധ്യാപകർ ബേസിക്കലി ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ, ഇവർ പറയുന്ന കാര്യം അവർക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് ബേസിക്കലി അവർ പറയുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്രത്തോളം ഈ ആൾക്കാർക്ക് ഈ അധ്യാപകർക്ക് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? ബേസിക്കലി ഇവരും അപ്ഡേറ്റഡ് ആവേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഒരു കോൺട്രവേഴ്സിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അധ്യാപകർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞു. അതായത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ടെക്നോളജി വന്നതിന് ശേഷം സിലബസ് ഔട്ട് ഓഫ് സിലബസിലേക്ക് പോയിട്ട് കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ കുട്ടികളോട് കൂടി തന്നെ ഗെയിൻ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. പണ്ട് ആക്ച്വലി പറയായിരുന്നു, അതായത് ബേസിക്കലി കേംബ്രിഡ്ജിൽ പോയി പഠിക്കുക, അതേ ലെവലിലുള്ള സംഭവങ്ങൾ ഇപ്പം ഫ്രീ ആയിട്ട് യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് ആർക്കും വേണമെങ്കിലും ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈമിൽ കൂടെ ആണല്ലോ നമ്മളിപ്പം പോകുന്നത്. ശരിയാണ്. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. തീർച്ചയായിട്ടും അധ്യാപകർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം എങ്ങനെയാണ്, ഞാൻ നേരത്തെ ബ്രെയിനിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതായത് നമ്മളൊരു കംഫേർട്ട് സോണിലായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിലബസ് ഉണ്ട്. ഈ സിലബസ് ആ ഒരു പർട്ടിക്കുലർ അക്കാഡമിക് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ടാസ്ക്. അപ്പോൾ ഈ ഔട്ട് ഓഫ് സിലബസിലേക്ക് ഇവർ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ വരുന്ന
കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് AI അല്ലെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് ചേഞ്ചസും ഈ കുട്ടികളും ആക്ച്വലി ഇതുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കുട്ടി ഇപ്പോൾ ആക്ച്വലി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടി, ആൻഡ് പുള്ളിക്കാരിക്ക് അറിയാം ChatGPT-യിൽ ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ടൈപ്പാണ് ചോദിക്കേണ്ടത്. ഇപ്പം അങ്ങനെ ഒരു യൂസ് ചെയ്യുന്ന ആൾക്കാരിപ്പോൾ അവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേനും ബേസിക്കലി ഇവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഇതിനെക്കുറിച്ച് അറിയാത്ത കുറേ ആൾക്കാരും അപ്പോൾ ഇവർ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും ഒക്കെ ഉള്ള വരുന്ന ഒരു ഇഷ്യൂസ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇവരും അഡാപ്റ്റ് ചെയ്യുക, ഇതിനു വേണ്ടിയൊക്കെ ടൈം കണ്ടുപിടിക്കുക. ചേഞ്ചിങ് ഒരു അറ്റ്മോസ്ഫിയറിലേക്കായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ഡിഗ്രി ഇത് വെച്ചിട്ടൊന്നും നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസിലായി. അപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ അക്കോർഡിംഗ്ലി പുതിയ സിലബസും വരണം, അതുപോലെ തന്നെ പുതിയ അപ്ഡേഷൻസും, അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കണം ഈവൻ ആ ഒരു സമയത്ത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു പ്രാക്ടിക്കൽ അല്ല എന്നുള്ളൊരു കണ്ടീഷനിലാണ്. ഇപ്പം നമ്മളിപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെമ്മറൈസിങ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ആവശ്യകതയില്ല. കാരണം വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ കാര്യവും നമ്മൾ മെമ്മറിയിൽ വെക്കണം നിർബന്ധമില്ല. ഇന്ന് ChatGPT-യും ഗൂഗിളും ഒക്കെ കിട്ടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അത് വെച്ച് ആക്സസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കൂടെ ചോദിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് അതോട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം ചോദിക്കാണ്. ഈ ChatGPT എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ആക്ച്വലി വായിച്ചായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തു, ഞാൻ ഒരു ഫുൾ ഡേ ലൈഫിൽ ആക്ച്വലി AI ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ വർക്കൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് നമ്മളൊരു സൊല്യൂഷനിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് ടൈം എടുത്തു. അത് ഹ്യൂമൻ കപ്പാസിറ്റി, നമ്മുടെ മെമ്മറി പവറൊക്കെ വെച്ച് നമ്മൾ ഇത്രയും സമയം എടുക്കും. പക്ഷേ AI പെട്ടെന്ന് ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുതരും. പക്ഷേ ഓവർ ദ ടൈം ഇത് ആക്ച്വലി ഈ ഒരു ഇൻഫർമേഷൻ നമ്മളുടെ ഒരു തിങ്ക് ചെയ്യാനുള്ള പവറിനെ ഇത് കുറയ്ക്കില്ലേ? അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ തിങ്ക് ചെയ്യാനുള്ള പവർ. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലൊരു സംഭവം അവിടെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഓവർ ദ ടൈം നമ്മൾ ആക്ച്വലി എന്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണേ പോലും ഇപ്പോൾ AI-നോട് ചോദിച്ചാൽ അറിയാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനേ പറ്റും. അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യണം. നമ്മൾ ചോദിച്ചാൽ നമുക്ക് ആക്ച്വലി ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ തിങ്ക് ചെയ്ത് ബേസിക്കലി അത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്പീഡിനേക്കാളും ഫാസ്റ്റായിട്ട് നമുക്കിവിടെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. പക്ഷെ ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബ്രെയിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ ആ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിൻ്റെ വേറൊരു വശവും കൂടി, 2 വശമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത് ഫാസ്റ്റ് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ AI യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് കൂട്ടാനും ഈ പറയുന്ന പോലെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അത് ഒരു ഭാഗത്തുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് ഫാസ്റ്റിലേക്ക് വരുന്നുണ്ട് ഒന്ന്. 2, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിലേക്ക് വരുമ്പം അത് ബൈ പ്രൊഡക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മെമ്മറൈസിങ് കേപ്പബിലിറ്റി കുറയും. കാരണം വെച്ചാൽ നമ്മളൊന്നും പിന്നെ ഓർത്തെടുക്കത്തില്ല. ഇതെല്ലാം ഡയറക്റ്റ് ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ഇതിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ ഈ ഓർത്തെടുക്കുന്ന ആ ഒരു കേപ്പബിലിറ്റി നമ്മൾ കുറഞ്ഞു വരുന്നുണ്ട്. മെമ്മറൈസ് ചെയ്യുന്നതും ലോജിക്കലി തിങ്കിങ് ഇതൊക്കെ കുറയുന്നുണ്ട്. അതായത് നമുക്ക് റെഡിമെയ്ഡ് സൊല്യൂഷൻ അവിടെ കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അത് ശരിയാണ്. വേറൊരു കാര്യം ചോദിച്ചാൽ ഈ ബ്രെയിൻ ആക്ച്വലി പലരും ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ബ്രെയിൻ ശരിക്കും ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളൊരു ഓർഗനാണ്. അതായത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണോ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഓർത്തിരിക്കുന്നത് ഒരു പരിധി വരെ കുറച്ച് സ്ട്രെസ്സൊക്കെ കൂട്ടാനുള്ളൊരു കാര്യം അല്ലേ? നമുക്കിങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് റിസൾട്ടുകളൊക്കെ കിട്ടുമ്പോൾ നമുക്കിത് ഓവറായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടി വരില്ലോ ഓർത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും. ഇപ്പം ഒരു ജോലി സ്ഥലത്തെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചോ, നമുക്ക് ബേസിക്കലി ഒരു പ്രോസസ്സ് അത് ഓർത്തിരിക്കേണ്ട, നമ്മൾ ആക്ച്വലി അതിന് പകരം ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്യാൻ നമുക്ക് നമ്മൾ ആ ഒരു വർക്ക് സ്പേസിൽ വരുമ്പോൾ ആ പ്രോസസ്സിനെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. പലതും ബ്രെയിൻ ഉപയോഗിച്ച് ഇപ്പം കാണാതെ പഠിക്കുന്നത് ബേസിക്കലി പല കാര്യങ്ങളും. ഈ ബ്രെയിൻ ശരിക്കും അതിനുവേണ്ടി ഉള്ളതാണോ? കാണാതെ പഠിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞ മെമ്മറൈസേഷൻ അല്ല ശരിക്കും എഡ്യൂക്കേഷനിൽ വരേണ്ടത്. പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി സോൾവ് ചെയ്യാനുള്ള ഒരു ലോജിക്കലി യൂസ് ചെയ്യേണ്ടത് മെമ്മറൈസേഷൻ മാത്രമല്ലായിരുന്നു. എന്നാൽ മെമ്മറൈസേഷനും കൂടി വേണം. അതൊരു കളക്റ്റീവ് പ്രോസസ്സാണ് ശരിക്കും ബ്രെയിനിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക, അതായത് ത്രെഡ്സിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കുക. ഓർമ്മ എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഓർമ്മയിലാണ്. നമ്മൾ ആൾക്കാർ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്
ബൈ ഹാർട്ട് പഠിക്കാൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്ന ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് മിസ്സായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 30, 35, 40 ഒക്കെ ആകുമ്പോഴാണ് നമ്മളെ ലൈഫിലൂടെ പഠിച്ചു വരുത്താണ്. പക്ഷേ ഇത് നമുക്ക് ബേസിക്കലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്താൽ ഈ പറയുന്ന നിങ്ങൾ നേരത്തെ പറഞ്ഞ എഡിക്ഷനോ ഇതിലൊന്നും പോകാതെ തന്നെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഒരു ഒപ്പീനിയൻ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യനോട് ഇതോടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സമയത്ത് ഭയങ്കര റെലവൻസ് ആണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇപ്പോഴുള്ള ആൾക്കാർ ഇവർ ബേസിക്കലി ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും പലർക്കും റിയൽ വേൾഡിൽ പല കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ ഭയങ്കര വീക്കാണ്. ഇപ്പോൾ ഒരു വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ ഒരു റിയൽ സിറ്റുവേഷൻസ് ആക്ച്വലി വരുമ്പോൾ ബേസിക്കലി അവർ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രാക്ടിക്കൽ സ്കിൽ അവർക്ക് അവർ ചിലപ്പോൾ ഒരു പഠിത്തത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഒരു 16 ഈ ബേസിക് സ്കില്ല് അല്ലെങ്കിൽ സ്ട്രീറ്റ് സ്മാർട്ട് ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അത് ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർക്കുണ്ട് ബേസിക്കലി. പക്ഷേ ഇന്ത്യൻ സ്റ്റുഡൻസിന് ജനറലി ഉണ്ട്. പക്ഷേ എന്നാലും വളരെ ടൗണിലേക്കൊക്കെ ഉള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാർക്ക് അവർ ചെറിയ ഒരു പല കാര്യങ്ങൾക്കും പേടി ആക്ച്വലി കാണിക്കാറുണ്ട്, ഒരു പ്രാക്ടിക്കൽ റിയൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക്. അതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പിള്ളേരുടെ സിസ്റ്റത്തിൽ ഏർലി ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്? യെസ്, അത് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലിലേക്കാണ് വരുന്നത്. അതായത് നമ്മളെ ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒബ്സ്റ്റക്കിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ അത് സോൾവ് ചെയ്ത് പോകുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിൻ അത് ഫെമിലിയർ ആയി കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് വരുന്നില്ല. പ്രോബ്ലം സോൾവ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂയിസൈഡാണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സൂയിസൈഡാണ് സൊല്യൂഷൻ കാണുന്നത്. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സോൾവ് ചെയ്ത് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊരു ഹാബിറ്റായി മാറി, ഹാബിറ്റിലേക്ക് കണക്ട് ചെയ്തു. ഈ ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിലൂടെ പോകുന്നു, ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തോ കണ്ടു, ആ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. നേരെ മറിച്ച് ഈ പറയുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ അവിടെ പാനിക്കായി അവിടെ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത് ശരിയാണ്. So I believe this session was really useful and we asked many questions together. Thank you for spending the time with us, and I hope it was actually useful for our audience as well. Thank you so much, and let's do this once again, one more time. Okay, thank you. Thank you.